ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്റർനെറ്റും അനുബന്ധ ചോദ്യങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭാവിയിൽ ഇന്റർനെറ്റ് എന്ന മാധ്യമം നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നൽ പോലും നമുക്കുണ്ടാവില്ല. വായുവും വെള്ളവും പോലെ എക്കാലത്തും അത് നമ്മുടെ നിത്യജീവിതത്തിലെ ഭാഗം തന്നെയായിരിക്കും. ഇങ്ങനെ പരാമർശിച്ച് അല്ലെങ്കിൽ പറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് എറിക് സ്മിത്ത് എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഒരു പ്രോഗ്രാമർ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നാസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ അദ്ദേഹം. അപ്പോ ഭാവിയില് ഇന്റർനെറ്റ് എന്ന മാധ്യമം നിലനിൽക്കുന്നുണ്ടെന്ന തോന്നൽ പോലും നമുക്കുണ്ടാവില്ല. വായുവും വെള്ളവും പോലെ എക്കാലത്തും അത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി തീരും എന്നാണ് ആര് പറഞ്ഞത്? എറിക് സ്മിത്ത് പറഞ്ഞത്. അത് ശരിയാണല്ലേ സുഹൃത്തുക്കളെ? ഇപ്പോഴത്തെ കാലഘട്ടം വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നായിട്ട് മാറിയല്ലേ ഇന്റർനെറ്റ്. അപ്പോൾ സുഹൃത്തുക്കൾ ഈ ഒരു പോയിന്റ് പഠിക്കുക. എന്താണ് സുഹൃത്തുക്കളെ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ലോകത്തിലുള്ള ദശലക്ഷക്കണക്കിന് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബൃഹത്തായ ഒരു നെറ്റ്വർക്കിംഗ് ശൃംഖല അറിയപ്പെടുന്ന പേരാണ് ഇന്റർനെറ്റ്. എന്താണ് ഇന്റർനെറ്റ് എന്ന് ചോദിച്ചാല്, ലോകത്ത് ദശലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകളുണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുണ്ട്. അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബൃഹത്തായ നെറ്റ്വർക്കിംഗ് ശൃംഖല അറിയപ്പെടുന്ന പേരാണ് ഇന്റർനെറ്റ് എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ശൃംഖലകൾക്കുള്ള ഉദാഹരണമാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ശൃംഖലയ്ക്കുള്ള ഉദാഹരണമാണ്. PSCയുടെ സ്ഥിരം ചോദ്യമേഖലയാണ്. ഇതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഭാഗം വ്യക്തമായിട്ട് പഠിക്കുക. PSCയുടെ സ്ഥിരം ചോദ്യമേഖലയാണ്, പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായി പഠിക്കാനുള്ളതാണ് ബാൻ എന്നുള്ളത് അഥവാ ബോഡി ഏരിയ നെറ്റ്വർക്ക്. ആദ്യമായിട്ടുള്ള ഏതാണ്? ബാൻ അഥവാ ബോഡി ഏരിയ നെറ്റ്വർക്ക് ആണ്. രണ്ടാമത്തതാണ് പാൻ അഥവാ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. WAN വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. GAN 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ഏരിയ നെറ്റ്വർക്ക്. ഈ GAനും PSC പ്രീവിയസ് ആയി ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചോളേ, പഠിച്ചോളണേ. GAN എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്ലോബൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. അപ്പോ സുഹൃത്തുക്കളെ ഇവിടെ നമ്മള് ചെറിയ നെറ്റ്വർക്കിൽ നിന്നും വലിയ നെറ്റ്വർക്ക് എന്നുള്ള രീതിയിൽ ആരോഹണ ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത്. നെറ്റ്വർക്കുകളുടെ വലിപ്പത്തിനനുസരിച്ചാണ് കേട്ടോ. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഭാഗം ഒന്ന് വ്യക്തമായിട്ട് പഠിക്കുക. ഇതിൽ ഏറ്റവും ചെറുതാരെന്ന് ചോദിച്ചാൽ ബാൻ ആണ് അഥവാ ബോഡി ഏരിയ നെറ്റ്വർക്ക് ആണ്. അതിനുശേഷം വലുതാരെന്ന് ചോദിച്ചാൽ അത് പാൻ ഏരിയ നെറ്റ്വർക്ക് അഥവാ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അതിനുശേഷമാണ് വലുതായിട്ടുള്ള ലാൻ വരുന്നത് അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വരുന്നത്. അതിനുശേഷമാണ് മാൻ വരുന്നത് അഥവാ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വരുന്നത്. അതിനുശേഷമാണ് വാൻ വരുന്നത് അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചാൽ, നെറ്റ്വർക്ക് ശൃംഖലയിൽ ഏറ്റവും വലുതാരെന്ന് ചോദിച്ചാൽ അത് GAN ആണ് കേട്ടോ, അഥവാ ഗ്ലോബൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. സുഹൃത്തുക്കൾ ഈ ഭാഗം വ്യക്തമായിട്ട് പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇന്റർനെറ്റും അനുബന്ധ ചോദ്യങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. ഭാവിയിൽ ഇന്റർനെറ്റ് എന്ന മാധ്യമം നിലനിൽക്കുന്നുണ്ടെന്ന തോന്നൽ പോലും നമുക്കുണ്ടാവില്ല. വായുവും വെള്ളവും പോലെ എക്കാലത്തും അത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗം തന്നെയായിരിക്കും. ഇങ്ങനെ പരാമർശിച്ച അല്ലെങ്കിൽ പറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ എറിക് സ്മിത്ത് ആണ്. എന്താണ് ഇന്റർനെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലുള്ള ദശലക്ഷക്കണക്കിന് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബൃഹത്തായ നെറ്റ്വർക്കിംഗ് ശൃംഖലയെ ഇന്റർനെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പഠിക്കുക. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗിലെ ശൃംഖലകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഈ ഉദാഹരണങ്ങൾ എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ചെറുതിൽ നിന്നും വലുതിലേക്കാണ്, അതായത് ആരോഹണ ക്രമത്തിലാണ് കേട്ടോ. അതുകൊണ്ട് പഠിക്കുക. ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഏരിയ നെറ്റ്വർക്ക്. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് ഇരുത്തി പഠിച്ചോളുക. ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അതും പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. വാൻ WAN വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. GAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ഏരിയ നെറ്റ്വർക്ക് എന്നതാണ്. GAN ഇപ്പോൾ അങ്ങോട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ചതേ ഉള്ളൂ. GANന്റെ പൂർണ്ണ രൂപം എന്താണ് PSC ചോദിച്ചത്? പഠിക്കുക. ഗ്ലോബൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് പഠിക്കുക. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും വലിയ ഇന്റർനെറ്റ് ശൃംഖല എന്ന് ചോദിച്ചാൽ അത് GAN ആണ്, മറക്കരുത്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായി പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.